വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയത്. ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ അറിയാമായിരുന്നു. ആദ്യം വന്നതിന് ശേഷം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവ്യറിന്റെ സഹോദരൻ മരിച്ചിരുന്നു. ആ വീട്ടിലാണ് രാഹുൽ ആദ്യം സന്ദർശനം നടത്തിയത്. ഇന്ന് പൊതുവെ ഇത്തരത്തിലുള്ള വീടുകൾ കയറിയുള്ള സന്ദർശനവും അതോടൊപ്പം തന്നെ ചില മരണ വീടുകൾ സന്ദർശിക്കുകയൊക്കെയാണ് രാഹുൽ ചെയ്തത്. അതിനുശേഷം നേരെ മണ്ണാർക്കാട്ടേക്കാണ് പോയത്. അവിടെ ഉള്ള ഒരു കോൺഗ്രസ് നേതാവായ ജോയിയുടെ വീട്ടിൽ അദ്ദേഹം കയറുകയും അവിടെ അല്പനേരം ചെലവഴിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുതിർന്ന കോൺഗ്രസ് അംഗമായ പൗലോസ് മരിച്ച മണ്ണാർക്കാട്ടെ വീട്ടിലേക്കും അദ്ദേഹം പോയി. അത്തരത്തിൽ ഇന്ന് പ്രധാനമായും രാഹുൽ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ തന്റെ സ്വകാര്യ സന്ദർശനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനിടയിൽ രാഹുൽ ഈ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. BJP ചൂലുമായി ഇവിടെ വന്ന് പ്രതിഷേധിച്ചു. CPM കോട്ടമൈതാനത്ത് വലിയ പ്രതിഷേധം തന്നെ രാഹുലിനെതിരെ നടത്തി. ഏതായാലും രാഹുൽ മണ്ഡലത്തിൽ വന്ന അന്ന് തന്നെ പ്രതിഷേധങ്ങളാൽ പാലക്കാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം വൈകുന്നേരം മലമ്പുഴയിൽ ഒരു സ്വകാര്യ സന്ദർശനം കൂടി കഴിഞ്ഞാണ് രാഹുൽ ഓഫീസിലെത്തിയത്. ഓഫീസിൽ കാത്തു നിന്നവരെ രാഹുൽ കാണുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണാനുണ്ടായിരുന്നു. ഇതിനിടയിൽ മലമ്പുഴയിലേക്ക് പോകുമ്പോൾ രാഹുൽ തന്റെ വാഹനത്തിന്റെ MLA ബോർഡ് മാറ്റിവെക്കുന്ന ആ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് പോയത്. സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലും പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നാണ് രാഹുൽ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മലകോട് സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.